ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടൊക്കെ എടുത്താണല്ലോ, കോട്ട്, പ്ലാസ്റ്റിക് കോട്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടായി ജംഗ്ഷനിലെ 1.5 പുളിമരം 10-60 കൊല്ലം പഴക്കൊണ്ട് പോകണം. മുത്തപ്പൻ പുളിമരമാണ്. അത് വീണ് റോഡിലാകെ കുളമായി കിടക്കണം. ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും, വണ്ടികളൊക്കെ പുളിനെല്ലി വഴിക്കാൻ വിടണമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മൾ ആ പുളിമരവും വീണതും കാര്യങ്ങളും അവരെന്താ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോവുകയാണ്. മഴയും വരുന്നുണ്ട്. അപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ പോകണം കേട്ടോ. ചേട്ടായിമാരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഒന്നും കടത്തി വിടുന്നില്ല. എല്ലാ വണ്ടികളും അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് വന്നിട്ട് ഒരു സൈഡിൽ കടല സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഹായ്, അവിടെ എന്താ മരം വീണിട്ടെന്ന് പറഞ്ഞു നോക്കിയിട്ട് വരാൻ അതിൽ പരിപാടി ഗൾഫിരിക്കാൻ നോക്കിയിട്ട് ഇവിടെ വീണിരിക്കണേ, റോഡിലേക്കാണ് വീണിരിക്കണേ. ശരി, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വരാൻ പോകണം. പരിചയത്തിൽ ചേട്ടായിയാണ് എന്താ പരിപാടി ചോദിച്ചാൽ ഗൾഫിലേക്കാണ് എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പോകണം പറഞ്ഞിരിക്കാം. ഫയർഫോഴ്സ് ഇവിടെയാണോ വന്നിരിക്കുന്നത്? നിറയെ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മൊത്തം ബ്ലോക്കാണല്ലോ. പോസ്റ്റ് ഇരുമ്പ് പോസ്റ്റ് ആയതുകൊണ്ട് വളഞ്ഞിട്ടേ ഉള്ളൂ. കട്ടിയാൻ പറ്റുള്ളൂ കേട്ടോ.
അടി മൊത്തം പോതറാണ് ഇത് സംഭവം. വില്ലൻ ബോസുകളിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട് വരുമ്പോ കട്ടാവും. അത് കഴിഞ്ഞ് വീട് എത്തുമ്പോഴേക്കും പോകണമെന്നു ടൈം വരെ അവിടെ മരം വീണതൊക്കെ കണ്ടു കിട്ടും. നമ്മൾ വരുമ്പോഴേക്ക് ഏകദേശം മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്, അതന്നെ വലിയ ഭാഗ്യം. പക്ഷേ അവിടെ കച്ചവടക്കാരൊക്കെ ആ സൈഡിൽ സാധാരണഗതിയിൽ നിൽക്കുന്നതാണ്.
ഹെൽമെറ്റ് കച്ചവടം അങ്ങനെ എന്തൊക്കെയൊക്കെ കച്ചവടങ്ങളൊക്കെ നിൽക്കുന്നതാണ്. ഇന്നെന്തോ ആരും മഴ കാരണം കൊണ്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ സംഭവം വന്നിട്ട് ആർക്കും ഒന്നും പറ്റിയിട്ടുള്ളതാണ് വലിയ കാര്യം. ഫയർഫോഴ്സൊക്കെ വന്ന് മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ച് ഒക്കെ പെട്ടെന്ന് റോഡ് ബ്ലോക്കിൽ നിന്നൊക്കെ മാറ്റി. പോസ്റ്റ് രണ്ടായി അങ്ങനെ മുറിഞ്ഞില്ല, ഇരുമ്പ് പോസ്റ്റ് ആയതുകൊണ്ട് വളഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.